നമസ്തേ, ഹരിതയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം സുരേഷ് ഏട്ടൻ, അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി, പുള്ളി തൃശ്ശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഒപ്പം നോമ്പ് തുറക്കാനായിട്ട് ചെല്ലുകയുണ്ടായി. ആ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഏട്ടൻ എന്ത് ചെയ്യണമെന്ന് നോക്കി നടക്കാനുള്ള ആൾക്കാരാണല്ലോ മൊത്തത്തിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഇന്ന വീഡിയോ വൈറലായി എന്ന് പറയണതിൽ അർത്ഥമില്ല. ആള് തുമ്മണതും ചീറ്റണതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കി നടക്കാനുള്ള ആൾക്കാരാണ് ഇപ്പം നമ്മുടെ ചുറ്റുമുള്ളവർ. അപ്പം പറഞ്ഞു വന്നത്, ചില മുസ്ലിങ്ങൾക്കും, അതായത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുന്ന ചില മുസ്ലിങ്ങൾക്കും, അതുപോലെ മറ്റ് പലർക്കും, അതായത് പറയാതെ തന്നെ അറിയാലോ, തലയിൽ തലച്ചോറിന് പകരം മറ്റു പലതും കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അപ്പോൾ അവർക്കും ഇത്തിരി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇളകി അതിനകത്ത് കുറേ വൃത്തികെട്ട കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഒരു 1 വീക്കായി കാണും, ഏതോ ഒരു ഭഗവതിയുടെ അമ്പലത്തിൽ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കുറച്ചധികം മുസ്ലിം സഹോദരങ്ങൾക്കും കുട്ടികൾക്കും ഇരുന്നു കൊണ്ട് ഒരു നോമ്പുതുറയുടെ ഒരു വീഡിയോ, ഫോട്ടോ, ഇതൊക്കെ നിങ്ങളും കണ്ടു കാണും. എന്തുകൊണ്ട് അപ്പോൾ നിങ്ങളാരും പ്രതികരിച്ചില്ല? ഒരു ഹിന്ദുവിൻ്റെ ആരാധനാലയത്തിൽ എന്തും ചെയ്യാം എന്നുള്ള ധാരണയാണോ? അതോ അവർ ചെയ്താൽ മാത്രം എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പറയണത് മതേതരമാണ്, മതസൗഹാർദ്ദമാണെന്ന്? ഇപ്പം ഇതൊന്നും പെടത്തില്ലേ? ഇത് സുരേഷ് ഏട്ടൻ ചെയ്താൽ മാത്രം രാഷ്ട്രീയവും മറ്റുള്ളവർ ചെയ്താൽ എങ്ങനെയാണ് മതസൗഹാർദ്ദം ആവുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഈ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് വന്നേക്കണത്. പലരും എന്നെ പലയിടത്തും മെൻഷൻ ചെയ്ത് എനിക്ക് കമൻറ്റോ റിപ്ലൈയോ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും എന്നെ മെൻഷൻ ചെയ്ത് കണ്ടു. അതിലൊന്ന് ഞാൻ കുറച്ച് മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പട്ടിഷോയാണ്, രാഷ്ട്രീയമാണ്, ഇതൊക്കെ അയാളുടെ അഭിനയമാണെങ്കിൽ അയാൾക്ക് ഓസ്കാർ വരെ കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കമൻസ് പലരും ഈ ഒരു സുരേഷ് ഏട്ടൻ്റെ വീഡിയോ ഷെയർ ചെയ്തതിൽ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതേ ആൾക്കാർ തന്നെ, ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കമൻസ് ഇട്ട ആൾക്കാർ തന്നെയാണ് മറ്റേ ഭഗവതിയുടെ അമ്പലത്തിലെ നോമ്പുതുറയുടെ ആ വീഡിയോയ്ക്ക് അടിയിലും അല്ലെങ്കിൽ ഫോട്ടോസിൻ്റെ അടിയിലും വന്നിട്ട് ഈമാൻ ഉണ്ടാവട്ടെ എന്നോ ഹിദായത്ത് ഉണ്ടാവട്ടെ എന്നോ, എനിക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കണ്ടത് വല്ലാത്ത ആദ്യം. എന്തായാലും എനിക്ക് ഇതിൻ്റെ മറുപടി പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഓക്കെ എന്നാൽ.